ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. പനിയെല്ലാം ഇത്തിരി കുറവുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു 3-4 പഴംപൊരി ഉണ്ടാക്കി യൂട്യൂബിലിടാമെന്ന് വിചാരിച്ച് കേട്ടോ. അപ്പം ഞാനത് ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പ് നമുക്ക് 2-3 സ്പൂണ് മൈദ ഇടണം. ഒരു 3 സ്പൂൺ മൈദ ഇടാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 5-6 എള്ള് കഴുകി വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ഇടാം. ശകലം ഉപ്പുപൊടി ഇടാം. പേരിന് ഉപ്പിട്ടാൽ മതി കേട്ടോ. കുറച്ച് പഞ്ചസാര ഇടാം. പനി വന്നാലും ആ ക്ഷീണമൊന്നും മാറിയിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ കുറേ ദിവസമായാലും എണ്ണയിൽ ഇട്ടിട്ട് അപ്പം ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പനി ഭയങ്കര ക്ഷീണമായിപ്പോയി, നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോഴാണ് എന്നിട്ട് ഞാൻ ഇന്നലെ ഡോക്ടറെ പിന്നെയും വീണ്ടും കാണാൻ പോയി. മരുന്ന് വാങ്ങിച്ച ആൻറ്റിബയോട്ടിക് പിന്നെയും കഴിക്കാൻ തന്നേക്കുക. അപ്പം അത് കഴിച്ച് കാലുമേലൊക്കെ നീരായി. അതിന് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്ന് തന്ന് എഴുന്നേറ്റ് ശരിക്കും നടക്കാറായിട്ടുണ്ട്. അപ്പം അന്ന് യൂട്യൂബ് ഇടണമല്ലോ, യൂട്യൂബിലൊന്നും ഇട്ടില്ലെങ്കിൽ ശരിയാ വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ നടക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഇച്ചിരി നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതുണ്ടാക്കാൻ പോണത്. യൂട്യൂബിലൊന്നും ഇട്ടാലല്ലേ എന്തെങ്കിലും ആൾക്കാർ കണ്ട് എനിക്ക് എന്തെങ്കിലും സഹായം കിട്ടുള്ളൂ, അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ലോണം ഇളകി കലക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ഉപ്പൊക്കെ നോക്കിയേക്കട്ടെ, എല്ലാം ഉണ്ട്. ശകലം മൈദയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്, തികഞ്ഞില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാം കലങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പഴമൊക്കെ അരിഞ്ഞെടുക്കാം. തൊണ്ട് കളഞ്ഞ് പഴമൊക്കെ പൊളിച്ചെടുക്കാം കേട്ടോ. കത്തി ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പോയാവും. ഇവിടെ ഉണ്ട് കത്തി. എൻ്റെ ഈ ചെറിയ കത്തിയാണ് എനിക്ക് ഇഷ്ടം. വേറെ ഏത് കത്തി ഉണ്ടെങ്കിലും എനിക്കൊന്നും പറ്റില്ല. അപ്പം ഞാൻ പഴം അങ്ങനെ ചെറുതാക്കിയാണ് എടുക്കണം കേട്ടോ, ഒത്തിരി വലുതാക്കണില്ല. അപ്പം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. പഴമൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വറുത്ത് വരാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കണ്ടേ. എണ്ണ ഒഴിച്ച് ചൂടായി സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. വളരെ ചെറുതാക്കിയിട്ടാണ് എടുത്തേക്കണത്. ഒരു പഴം ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഒരെണ്ണത്തിൻ്റെ 3 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കനമൊക്കെ കുറഞ്ഞ് കിട്ടുമല്ലോ, നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ. അപ്പം നമുക്ക് നല്ലോണം ടേസ്റ്റിന് കഴിക്കണ്ടേ നമ്മൾ. അപ്പോൾ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, എണ്ണയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ.
ഗ്യാസിന് ഭയങ്കര ക്ഷാമമൊക്കെ എന്ന് പറയുന്നുണ്ട്. അത് കാരണം പേടിച്ചാണ് എല്ലാം ചെയ്യണത് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. ആരും ഹെൽപ്പ് ചെയ്യാതെ പോവല്ലേ കേട്ടോ. എണ്ണ ചൂടായാന്ന് നോക്കാം നമുക്ക്. ചൂടായോ എന്നുള്ളൂ, ഒന്നും കൂടി ചൂടായിക്കോട്ടെ കേട്ടോ. ഈ വീടിന് ഇത്തിരി സൗകര്യക്കുറവൊക്കെ ഉണ്ട്, അത് കാരണം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത്. ആരെങ്കിലും വീഡിയോ പിടിച്ച് തരും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തിരി ഫേസൊക്കെ കട്ട് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ടാണ്. ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മാവൊക്കെ എടുക്കണം. അവനവൻ്റെ അംഗങ്ങൾ എത്രയുണ്ട് അതനുസരിച്ച് മാവ് വളർന്നെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു 3 സ്പൂണായിട്ടാണ് എടുത്തേക്കുന്നത്. കറക്റ്റ് അളവാണ് ഇതിപ്പം എൻ്റെ അളവിന്. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പം നമ്മുടെ അളവിന് ഇത് മതി. അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഇപ്പം കൂടുതൽ മാവ് എടുക്കേണ്ടി വരും. ആയിക്കോട്ടെ കേട്ടോ. വേണമെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഴംപൊരി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ട്രിപ്പ് നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പഴംപൊരിയൊക്കെ 4 മണിയാകുമ്പോൾ ചായക്ക് കടി എന്തൊരു ടേസ്റ്റ് ആണല്ലേ. ചൂടോടെ ഒരു പഴംപൊരിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഉഷാറല്ലേ. ഒരു ചായക്ക് കടി. നമുക്കിനി ചിങ്ങമ്പഴം കൊണ്ടൊരു പഴംപൊരി ഉണ്ടാക്കി പരീക്ഷിക്കാൻ കേട്ടോ. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ചെയ്തിട്ടില്ല. പാളയംകുളം പഴം വെച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചിങ്ങമ്പഴം വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ചെറിയ പഴമാണ്, അപ്പം 2 ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതിട്ടും കൂടി ഞാൻ പഴംപൊരി കോരുവാണ് കേട്ടോ. ഇവിടെ
ഇനി നമ്മളിടാൻ പോകുന്ന ചിങ്ങമ്പഴം കൊണ്ടാണ് കേട്ടോ. അധികം പഴുക്കാത്ത ചിങ്ങമ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ആക്കുവാണ് കേട്ടോ. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത്തിരി ചായ ഇടണ്ടേ ഇനി നമുക്ക്. അപ്പം നമുക്ക് പാത്രമൊക്കെ എടുക്കട്ടെ. അപ്പോഴേക്കും വെയിറ്റ്. ചായക്ക് ഞാൻ ഈ പാലാണ് മേടിക്കണം. കുട്ടിലൈറ്റ് എന്നൊന്നും പറഞ്ഞൊരു പാലുണ്ടല്ലോ, അത് ചെറിയ പാക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി കിട്ടും. 2 ഗ്ലാസ് ചായ കിട്ടും. അപ്പോൾ ഇതാകുമ്പോൾ വേസ്റ്റും ആവില്ല. മറ്റേതൊരു കവർ മേടിക്കണം, 30 രൂപയും കൊടുക്കണം. അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെച്ചേക്കണത്. അപ്പം ഇതാകുമ്പോൾ എനിക്കിത് 2 ഗ്ലാസ് ചായക്ക് മതിയാവും. ഈ പാക്കറ്റ് കഴുകിയെടുത്ത 2 ഗ്ലാസ് വെള്ളമാവും. പിന്നെ ഇത്രയും കൂടി വെള്ളം ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇത്തിരി കൂടുതൽ ചായ വേണം, അതുകൊണ്ടാണ്. ഞാൻ ചായ വെക്കുവാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, അത് ചിങ്ങമ്പഴം കൊണ്ടുണ്ടാക്കിയ പഴംപൊരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. ചൂടാണ്, കഴിച്ചു നോക്കാനായിട്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരേക്കും ബൈ.